നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിഷേധം ഗാനാലാപനത്തിലൂടെ അറിയിച്ച് കലാകാരന്മാർ. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സിവിൽ സ്റ്റേഷൻ മാർച്ചും ധർണയുമാണ് തിരൂർക്കാർക്ക് പുതിയ സമരമുറ കാണാൻ അവസരമൊരുക്കിയത്. Berkagak കലാകാരന്മാരുടെ സമര സംഘടനയായ സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള സവാക്കിന്റെ നേതൃത്വത്തിൽ തിരൂർ സിവിൽ സ്റ്റേഷൻ മാർച്ചിൽ അതേപോലെ ധർണയിൽ പങ്കെടുക്കാനെത്തിയ പ്രിയപ്പെട്ട കലാകാരന്മാരെ, കലാസാംസ്കാരിക രംഗത്തെ ഗുരുകാരണന്മാരെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമസ്കാരം. പിന്നിട്ട 25 വർഷത്തിലേറെയായി കേരളത്തിലെ സ്റ്റേജ് കലാകാരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള. സവാക്കിന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട് നൂറുകണക്കിന് കലാകാരന്മാർക്ക് ക്ഷേമനിധി അംഗത്വം ലഭിക്കുകയും അതുവഴി ക്ഷേമ പെൻഷൻ ലഭിച്ചു വരികയും ചെയ്യുന്ന സർക്കാർ കാര്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് സവാക്കിന് ആവശ്യപ്പെടാനുള്ളത്. അതേപോലെ തന്നെ സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡിൽ അംഗത്വം ലഭിക്കുന്നതിന് 60 കഴിഞ്ഞ കലാകാരന്മാർക്ക് അവരുടെ അപേക്ഷ സ്വീകരിക്കാത്ത ഒരു സംവിധാനമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ അറിയണം, 60 വയസ്സ് കഴിഞ്ഞ ആയിരക്കണക്കിന് കലാകാരന്മാരാണ് ഇനിയും ക്ഷേമനിധി ബോർഡിൽ അപേക്ഷ സമർപ്പിക്കാനുള്ളത്. അവർക്ക് ഒരവസരം കൂടി നൽകണമെന്നാണ് സവാക്ക് ആവശ്യപ്പെടുന്നത്. അതേപോലെ തന്നെ സംഗീത നാടക അക്കാദമിയുടെ ക്ഷേമ പെൻഷൻ വളരെ ചെറിയ ഒരു സംഖ്യയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അത് വർദ്ധിപ്പിക്കുക, സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി നൽകുക. സ്റ്റേജ് ആർട്ടിസ്റ്റ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ ഓഫ് കേരള എന്നുള്ള കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന കലാകാരന്മാരുടെ ഒരു കൂട്ടായ്മയാണ് സവാക്ക്. സവാക്കിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ജില്ലകളിലും കലക്ട്രേറ്റും സിവിൽ സ്റ്റേഷനിലുമൊക്കെ ഇതുപോലെ മാർച്ചും ധർണയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മറ്റുള്ള പ്രതിഷേധമാതിരി ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞ മാതിരി മറ്റുള്ള പ്രതിഷേധമായിട്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനമല്ല നമ്മളത്. തികച്ചും സൗഹാർദ്ദപരമായി ഗാനമേളകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രതിഷേധം ഇവിടെ
ഗവൺമെൻറ് മുന്നിൽ വെക്കുന്നത്. വിവിധ ആവശ്യങ്ങളെ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രതിഷേധം. അപ്പോൾ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. തന്നെയാണ് കലാകാരന്മാർ. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വരികയാണ്. ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നു, ശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുന്നു. ആ ഒരു സമയത്ത് കലാകാരന്മാർ നിർബന്ധമായിട്ടും നിങ്ങളുടെ കൂടെ ഇത്തരത്തിലുള്ള ഞങ്ങൾ ആഘോഷങ്ങളുടെ ഭാഗമല്ല, ആഘോഷിക്കാനാണ് ഞങ്ങൾ വിളിക്കുന്നതെങ്കിലും മനസ്സിൽ വേദന പേറി, മനസ്സിൽ പ്രയാസങ്ങൾ പേറി. പണ്ട് മാളാരവിന്ദൻ എന്ന മഹാനായ അന്തരിച്ചുപോയ ഹാസ്യനടൻ പറയുമായിരുന്നു, ഒരു ഷൂട്ടിങ്ങിനിടയിൽ നിൽക്കുമ്പോൾ ഹാസ്യരംഗം അഭിനയിക്കാൻ പറയുന്നു. അദ്ദേഹം കൂട്ടുകാരനെ പോലെ സ്നേഹിച്ച അദ്ദേഹത്തിന്റെ സഹോദരൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്താണ് ഈ ഷൂട്ടിംഗ് മറ്റൊരു സ്ഥലത്ത് നടക്കുന്നത്. അനിയന്റെ മരണത്തിന്റെ വേദന മനസ്സിൽ താങ്ങി, അല്ലെങ്കിൽ കൂടപ്പിറപ്പിന്റെ മരണത്തിന്റെ വേദന മനസ്സിൽ താങ്ങി ഞാൻ എങ്ങനെ ഈ തമാശ റോൾ അഭിനയിക്കണം. പക്ഷെ സംവിധായകൻ പറയുന്നത് ഇത് എന്ന് നിങ്ങൾ വിട്ടുപോയാൽ ഈ ഷെഡ്യൂൾ എല്ലാം തകിടം മറിയും, ഒരുപാട് സാമ്പത്തിക നഷ്ടങ്ങൾ വരും. അപ്പോ ഇവിടെ തമാശ റോൾ അഭിനയിക്കണം, അനിയന്റെ മരണത്തിന്റെ വേദന മനസ്സിൽ പേറുകയും വേണം. ഒരു കലാകാരന്റെ, ഒരു ഹാസ്യ നടന്റെ ഏറ്റവും വലിയ പ്രയാസത്തെ കുറിച്ചാണ് ഞാൻ ആ പറഞ്ഞത്. വഴിയറിയാതെ മുടമ്പി നടക്കും വലിയുടെ ബലിമൃഗങ്ങൾ, ഓരിടത്തു ജനനം ഓരിടത്തു മരണം, ജീവിതഭാരം. കലാഹൃദയമുള്ള ഒരാളാണ്. സ്കൂളിലൊക്കെ ജീവിതകാലത്ത് നാടകത്തിലും മറ്റൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു പാട്ടുകാരനാണെന്നുള്ള മോഹം ഞാൻ പലപ്പോഴും സുരത് ബാബുവിനോട് പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ വലിയ ഇതുകൊണ്ട് മാത്രമാണ് ചിലപ്പോൾ ഞാൻ പാട്ടുകാരൻ അല്ലാതായി തീരുന്നത്. അവരും കൊടുക്കിയിരുന്നത്. എന്തായാലും ഇവിടെ നടന്ന ഈ സമരം ഒരുപക്ഷെ എൻ്റെ പൊതുജീവിതത്തിലെ വലിയൊരു അനുഭവമാണ്, ഒരിക്കലും മറക്കാത്തൊരു അനുഭവമാണ്. കേരളത്തിലെ 14 ജില്ലകളിലും വളരെ ന്യായമായ ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. അതാണ് ഇതിൻ്റെ കേരളത്തിൻ്റെ നമ്മുടെ സർക്കാരിനോട് ഏറ്റവും സാമ്പത്തികമായ ആവശ്യങ്ങളൊന്നും ഉന്നയിച്ചില്ല, മറിച്ച് ഞങ്ങൾക്ക് ജീവിക്കണം, അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി തരണം, അതിന് കുറച്ച് സമയം നിങ്ങൾ അനുവദിച്ചു തരണം. ഇത് മാത്രമാണ് ഉന്നയിക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷം മൈക്ക് പെർമിഷന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കണമെന്നും 60 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാർക്ക് ക്ഷേമനിധിയിൽ അംഗത്വം ലഭിക്കുന്നതിന് അപേക്ഷ സ്വീകരിക്കണമെന്നും സംഗീത നാടക അക്കാദമി നൽകിവരുന്ന പെൻഷൻ തുക വർദ്ധിപ്പിക്കണമെന്നും സാംസ്കാരിക പ്രവർത്തക ക്ഷേമനിധി ബോർഡ് നൽകിവരുന്ന പെൻഷൻ വർദ്ധിപ്പിക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് സെവാക് സംസ്ഥാന വ്യാപകമായി നടത്തിവരുന്ന സമരത്തിന്റെ ഭാഗമായി തിരൂരിൽ സിവിൽ സ്റ്റേഷന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. സംസ്ഥാന ജനറൽ സെക്രട്ടറി സുദർശൻ വർണ്ണം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി ടി സുബൈർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് പി ടി ബദറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി അശോകൻ വയ്യാട്ട് സ്വാഗതം പറഞ്ഞു. ഫിറോസ് ബാബു, സെൽറ്റി തിരൂർ, ഈശ്വർ സത്യാനന്ദൻ, വി വി നരൻ ചെമ്പൈ, മണികണ്ഠൻ ഇടമന, മണി കൈമലശ്ശേരി, സുന്ദർ തിരൂർ, പി പി അബ്ദുറഹ്മാൻ, കെ പി സലീം, ഖദീജ യൂനസ്, താജുദ്ദീൻ നിറമരുതൂർ, മോളി റാവു, രമേശ് ചങ്ങനാശ്ശേരി, ഹസൻ കുത്തുകല്ല, കൃഷ്ണൻ അനാര, റീന തൃക്കണ്ടിയൂർ, സൂരജ് ഭാസുര, സി കെ എം ഹാഷിം, ഹംസ കൈനിക്കര, അഷ്റഫ് കൂട്ടായി, നാസർ അബു മുട്ടിക്കാട്, ഹംസ കെ എൻ കെ കുണ്ടൂർ, മുഹമ്മദ് ഇരിങ്ങാവൂർ, ഹംസ ബീരാഞ്ചിറ, അഷ്റഫ് ചെമല, സീനത്ത്, സുലു ലത്തീഫ് കുറ്റിപ്പുറം, റസാഖ് പി കെ, അമൽ അന്നാര, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, സുരേഷ് ബാബു കുന്നേക്കാട്ട്, ചന്ദ്രൻ മങ്ങാട്, റുഖിയ വാക്കാട്, മുനീറ കൂട്ടായി തുടങ്ങിയവർ പ്രസംഗിച്ചു. ചെണ്ടമേളത്തിന്റെയും ബാൻഡ് മേളത്തിന്റെയും അകമ്പടിയിൽ തിരൂർ കേജിപ്പടിയിൽ നിന്നാണ് മാർച്ച് ആരംഭിച്ചത്. 50-ലേറെ കലാകാരന്മാർ സെവാക്കിന്റെ ധർണാ സമരത്തിൽ ഗാനങ്ങൾ ആലപിച്ചു. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. SSLC +2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ.